എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായുള്ള കൂത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴത്തോട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഈ മാസം 8-ന് നടക്കും. 2016 നവംബറിൽ നിർമ്മാണോദ്ഘാടനം നടത്തി പണി ആരംഭിച്ചെങ്കിലും 5 സ്ലൂയിസുകൾ മാത്രം നിർമ്മിച്ച് കരാറുകാരൻ പണി നിർത്തിവെക്കുകയായിരുന്നു. കരാറുകാരനും ഉദ്യോഗസ്ഥരുമായുള്ള തർക്കമാണ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണം. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ചിറക്കൽ ചെറുപുഴ തോടുവഴി ശുദ്ധജലം പ്രവഹിപ്പിച്ച് ഇരു പഞ്ചായത്തുകളിലെയും കുടിനീർ ക്ഷാമവും കൃഷി ജലസേചന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണിത്. മുൻമന്ത്രി VS സുനിൽകുമാർ കയ്പമംഗലം MLA ആയിരിക്കുമ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4.8 കോടി രൂപ ഉപയോഗിച്ചാണ് ചിറക്കൽ ചെറുപുഴ പദ്ധതി ആരംഭിച്ചത്. കൂത്തുമാക്കൽ ഷട്ടറിനടിയിലൂടെ KLDC കനാലിൽ നിന്ന് ടണൽ വഴി ശുദ്ധജലം എത്തിച്ച് ചിറക്കൽ ചെറുപുഴ തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. 2016 നവംബറിൽ നിർമ്മാണോദ്ഘാടനം നടത്തി പണി ആരംഭിച്ചെങ്കിലും 5 സ്ലൂയിസുകൾ മാത്രം നിർമ്മിച്ച് കരാറുകാരൻ പണി നിർത്തിവെക്കുകയായിരുന്നു. കരാറുകാരനും ഉദ്യോഗസ്ഥരുമായുള്ള തർക്കമാണ് പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ കാരണം. കരാറുകാരൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതോടെ പദ്ധതി വീണ്ടും നീളാൻ കാരണമായി. 1.20 കോടി രൂപ ET ടൈസൺ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പദ്ധതി റിവൈസ് ചെയ്ത് റീടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാണ് പിന്നീട് പണി ആരംഭിച്ചത്. 2016 തുടങ്ങിവെച്ച പദ്ധതി 2026 പൂർത്തീകരിക്കാനായത്. മാർച്ച് 8-ന് പദ്ധതി പ്രദേശത്ത് വെച്ച് ഉദ്ഘാടനം നടത്തും. അനുബന്ധമായി കലാപരിപാടികളും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന സംഘാടക സമിതി യോഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ബൈന പ്രദീപ് ചെയർമാനും അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് കൺവീനറും TK ചന്ദ്രബാബു ട്രഷററായും സംഘാടക സമിതി രൂപീകരിച്ചു. മീഡിയ ടൈം കയ്പമംഗലം.